ഞാൻ വരാം. ശ്രീ അലക്സ് ഒഴികയിൽ സംസ്ഥാന സർക്കാരിന് ഈ അവരുടെ അലംഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന ആശങ്കകളെക്കുറിച്ച് നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാൻ ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ, ഞാൻ വരാം ശ്രീ ബേബി, ഞാൻ കാണുന്നുണ്ട് താങ്കൾ കൈ ഉയർത്തുന്നത്, എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ പതിവില്ലാത്ത വിധം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ വനം വകുപ്പിന് പറയാനുണ്ട് കാടിലെ ചൂട് കാരണം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന് പറയാനുണ്ട് കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമം അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നവർക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ധനസഹായം അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ട് ബജറ്റിലെ നീക്കിയിരിപ്പ് തുക പോലും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് എന്ന്. കാരണം 2024 ബജറ്റിൽ അനുവദിച്ചതിൻ്റെ ഈ 65% മാത്രമേ വന്യജീവി ആക്രമണ പ്രതിരോധത്തിന് വേണ്ടി കൈമാറിയിട്ടുള്ളൂ. ഇങ്ങനെ വനം നിയമം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന, കേന്ദ്രം നൽകാനുള്ള തുക നൽകാതിരിക്കൽ, ബജറ്റിൽ തുക വകയിരുത്താൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ തുടങ്ങി 1, 2, 3, 4, 5 ഒരുപാട് ന്യായവാദങ്ങൾ സർക്കാരിന് നിരത്താനുണ്ട്. അതിൽ അടങ്ങിയിരിക്കേണ്ടതാണോ ഈ ദുരിതമുഖത്ത് കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ, അവരുടെ പ്രതിഷേധം? ഈ ന്യായവാദങ്ങളെ സ്വീകരിക്കുന്നുണ്ടോ കിഫ? ഒരിക്കലുമില്ല ഗോപികൃഷ്ണൻ. നമ്മള് ഈ വിഷയത്തിലേക്ക് ഇത് 2 തരത്തിലാണ് നമുക്ക് ഈ വിഷയത്തെ കാണേണ്ടത്. ഒന്ന്, ഷോർട്ട് ടൈം ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പൊ നേരത്തെ നമ്മുടെ ബേബി പനച്ചിക്കൽ അജീഷിന്റെ ബന്ധു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം മാത്രമേ കിട്ടിയുള്ളൂ. അവരതിന് നിയമ നടപടികളിലേക്ക് പോകും. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ നിയമ നടപടി അവർ വളരെ മുമ്പേ ആരംഭിക്കേണ്ടതായിരുന്നു. ഈ സർക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കിട്ടുമെന്ന പ്രതീക്ഷയോ അല്ലെങ്കിൽ സ്ഥിരം ജോലി കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. കാരണം ഇതിന് അജീഷ് കൊല്ലപ്പെടുന്നതിന് 1 വർഷം മുമ്പ് വയനാട്ടിൽ തന്നെ കടുവയുടെ ആക്രമണത്തിൽ തോമസ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു. ആ തോമസിന്റെ കുടുംബത്തിനും ഇതേ ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. MLA അടക്കം ആളുകൾ ഒപ്പിട്ട് കൊടുത്തതാ. അതിനുശേഷം ഞങ്ങൾ ഇത് RTI പ്രകാരം ഇതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്തപ്പോൾ സർക്കാർ എഴുതി ഒപ്പിട്ട് തന്ന മറുപടി എന്റെ കയ്യിലുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്: വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് തോമസിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും കൊടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി. ഇതാണ് RTI പ്രകാരം കിട്ടിയ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാനത് ഗോപികൃഷ്ണൻ അയച്ചുതരാം. ഇതേ മറുപടിയാണ് അജീഷിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. ഇതേ മറുപടിയാണ് പോളിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പ്രശ്നം ഒതുക്കുക എന്നതിന് നൽകുന്ന ജലരേഖ മാത്രമാണ് ഈ ഉറപ്പുകൾ. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് മാനന്തവാടി MLA കേളുവുണ്ട്, ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. ബത്തേരി MLA IC ബാലകൃഷ്ണനുണ്ട്, അതുപോലെ ADM ഉണ്ട്, അതുപോലെ മറ്റു ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ഉത്തരവാദപ്പെട്ട ആളുകൾ ഒപ്പിട്ടാ. അതൊക്കെ വെറും ജലരേഖ മാത്രമാണ്. അപ്പൊ ആ ഒരു തട്ടിപ്പ് നിർത്തണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, 10 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുക. ആളുകളെ വെറുതെ പറഞ്ഞു പറ്റിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് സജീഷിനോടും സർക്കാരിനോടും പറയാനുള്ളത്. അത് ഫസ്റ്റ് കാര്യം. അതിനകത്ത് ഒരൊറ്റ മിനിറ്റ് ശ്രീ അലക്സ് ഒഴികയിൽ അതിന് സർക്കാർ പറയുന്ന ഒരു വാദം, ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, നമ്മുടെ ഖജനാവ് കാലിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ധനസഹായത്തിന് വേണ്ടി സമർപ്പിക്കുന്ന രേഖകളിലെ സാങ്കേതികമായ പിഴവുകളും തെറ്റുകളും ഒക്കെ നഷ്ടപരിഹാരം വൈകുന്നതിന് ഒരു കാരണമാകുന്നു എന്നാണ്. ഇപ്പോൾ 2016 ശേഷം 3611 പേർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന് 2024 ഒക്ടോബറിൽ വനം വകുപ്പ് പുറത്തുവിട്ട കണക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പിഴവുകളാണോ യഥാർത്ഥത്തിൽ, അതായത് ഈ സാങ്കേതിക തടസ്സമാണോ യഥാർത്ഥത്തിൽ ഈ തടസ്സങ്ങൾക്ക് കാരണം? അതല്ലെങ്കിൽ പിന്നെ തൊഴിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് നൽകേണ്ട പണം, ഇതിനൊക്കെ മുടക്കം വരാൻ മറ്റെന്ത് കാരണമാണ് താങ്കൾ കാണുന്നത്? ഇല്ല, സാങ്കേതിക പ്രശ്നമുള്ള കേസുകളുണ്ട്. പക്ഷേ ഈ അജീഷിന്റെ കേസിലോ പോളിന്റെ കേസിലോ തോമസിന്റെ കേസിലോ സാങ്കേതിക പ്രശ്നമില്ല. കാരണം ഈ അവകാശ തർക്കമുള്ളതാണ് സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കേസുമില്ല. അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവരുടെ അവകാശികളൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആണ്, രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഡോക്യുമെന്റിന്റെ പ്രശ്നമല്ല, അത് മറ്റ് ചില കേസുകളിൽ ഉണ്ടാവാം. അതല്ല ഇതിനകത്തുള്ള പ്രശ്നം. പിന്നെ ഫണ്ടില്ല എന്ന് പറയുന്നത്, ഫണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കുമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഫണ്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞൂടെ? 10 ലക്ഷം ഉള്ളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതും കൊണ്ട് പോവാ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയാ. അപ്പൊ എന്തിനാണ് ആളുകൾ സമരം ചെയ്യുമ്പോൾ പറഞ്ഞു പറ്റിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ ഒരു മനുഷ്യന് വിലയിട്ടത് ആരാണ്, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഓക്കെ, അത് തുച്ഛമായ തുകയാണ്, അത് പോരാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സജീഷ് പറഞ്ഞു, സജീഷ് ഇപ്പം ഈ ചർച്ചയിൽ മാത്രമല്ല, നേരത്തെ പല ചർച്ചയിലും വന്നിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര നിയമം മാറ്റേണ്ടതുണ്ട്, ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി, വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് 650 കോടി രൂപ ആവശ്യപ്പെട്ടിട്ട് 2 വർഷമായിട്ടുണ്ട്. അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വസ്തുത കൂടി ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അതെ. അല്ല, ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു സംഗതിയാണ്. കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രം ഫണ്ട് തരേണ്ടതാണ്, അത് തരുന്നില്ല. അത് അതിന്റെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അവിടെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാനം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം
മന്ത്രി ഉണ്ടായിരുന്ന ഒരു സഭയിൽ വെച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് വിസ്ത ക്ലിയറൻസ്. 100 മീറ്റർ വീതിയിൽ ഗുരുതരമായ പ്രശ്നമുള്ള മേഖലയിൽ 100 മീറ്റർ വീതിയിൽ വനത്തിന്റെ അതിര് ക്ലിയർ ചെയ്ത് വിസ്ത ക്ലിയറൻസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് ആനയും കടുവയും പുലിയൊക്കെ നിൽക്കുന്ന കാണുമെങ്കിലും ചെയ്യാം. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടും. ഇപ്പൊ വയനാട് പോലുള്ള ഈവൻ ടെറൈന ഉള്ള മേഖലകളിൽ ഈ വിസ്ത ക്ലിയറൻസ് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ ഒരു കേന്ദ്രത്തിന്റെ പെർമിഷൻ വേണ്ടല്ലോ. കാരണം ഫയർ ലൈൻ തെളിക്കുന്ന എല്ലാ വർഷവും തെളിക്കാറുണ്ട്. ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് 100 മീറ്റർ വീതിയിൽ വിസ്ത ക്ലിയറൻസ് ചെയ്യാൻ ഒരു സാങ്കേതിക തടസ്സവും ഇല്ല, ഒരു കേന്ദ്ര ഗവൺമെന്റ് പെർമിഷനും വേണ്ട. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സജീഷ് ഉത്തരം പറയണം. അതുപോലെ ഇപ്പൊ കോതമംഗലത്ത് നമ്മുടെ എൽദോസിനെ ആന ചവിട്ടിക്കൊന്ന കേസ് റോഡാണ്, വനത്തിനകത്തോടെ പോകുന്ന ഊരിലേക്ക് പോയ റോഡാണ്. ആ റോഡിന് ചുറ്റും മരങ്ങളും കുറ്റിക്കാടുകളും വളർന്നു നിൽക്കുന്നു, കാണാൻ പറ്റില്ല ആന. പെട്ടെന്ന് റോഡിലേക്ക് വന്ന് കൊന്നു. അങ്ങനെ വനത്തിനുള്ളിൽ കൂടെ പോകുന്ന റോഡിന്റെ 10 മീറ്റർ രണ്ട് സൈഡ് ക്ലിയർ ചെയ്ത് കുറ്റിക്കാടുകളും മരങ്ങളും വെട്ടി ക്ലിയർ ചെയ്തിടാൻ എന്ത് സാങ്കേതിക തടസ്സമാണ്? ഏത് കേന്ദ്ര ഗവൺമെന്റ് പെർമിഷനായി സർക്കാരിന് വേണ്ടത്? സജീഷ് ഒന്ന് പറഞ്ഞേ. അപ്പൊ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വനത്തിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മൃഗങ്ങളെ പരിക്കേൽപ്പിക്കുകയും മൃഗങ്ങൾ ചത്തുപോയാലോ അങ്ങനെ ചെയ്യുന്ന, അതായത് വനത്തിന് വെളിയിൽ പ്രതിരോധം തീർക്കുന്ന കർഷകർക്കെതിരെ കേസെടുക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ അധികാരമുണ്ടല്ലോ. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. മാങ്കുളത്ത്, ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് പുലിയെ കൊന്ന ഗോപാലിന്റെ പേരിൽ കേസെടുക്കില്ല എന്ന് നമ്മുടെ വനം മന്ത്രി കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ച പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് CRPC 100, BNSS 152 പ്രകാരം സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാരിനോട് കൃത്യമായിട്ട് പറയാ, ഇവിടെ പ്രശ്നമുണ്ട്, നിങ്ങൾ നിയമം മാറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള നിയമം വെച്ച് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ട് വരരുത്. ഇത് കൺകറന്റ് ലിസ്റ്റുള്ള നിയമമാണ്. അതിന് രണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. നിങ്ങൾ നിയമം നിർമ്മിച്ചാൽ മാത്രം പോരാ, നടപ്പാക്കാനുള്ള ഫണ്ട് തരണം, സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. അത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവുമില്ല LDFന്. ഇവിടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കേണ്ട കാര്യമില്ല. CAA നിയമം ഇല്ലേ? CAA നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുന്നണിയല്ലേ LDF. CAA, ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സാധനം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലല്ലോ. അത് യൂണിയൻ ലിസ്റ്റ് മാത്രമാണ്. അതിൽ പോലും അഭിപ്രായം പറഞ്ഞ സർക്കാരായത്. പിന്നെ എന്തുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ ഇതിന്റെ നിലപാടെടുക്കും, നിങ്ങൾ ഒന്നുകിൽ നിയമം മാറ്റണം അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നിലപാടെടുക്കും. വനത്തിന് വെളിയിൽ ഞങ്ങളുടെ കർഷകർ, ഞങ്ങളുടെ പൗരന്മാർ പ്രതിരോധിച്ചാൽ ഞങ്ങൾ കേസ് എടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഈ കേരളം ഭരിക്കുന്ന LDF ഇല്ലാത്തത്? സജീഷ് അതിന് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ശരി അലക്സ്, ഞാൻ താങ്കളിലേക്ക് വരാം.